ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. കുഞ്ഞിന് വേണ്ടി ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചത് മുമ്പ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹോസ്പിറ്റലിലേക്ക് അത്രയും ഐറ്റംസ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ബാസ്ക്കറ്റിലാണ് നമ്മൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ 2 ഹുഡഡ് ടവൽസാണ് എടുക്കുന്നത്. അത് 2 എണ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 2 എണ്ണം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്വാഡിൽ ക്ലോത്ത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 സ്വാഡിൽ ക്ലോത്തും നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ 2 ബാത്ത് ടവലാണ്. നമ്മൾ കുഞ്ഞിനെ എന്തായാലും കുളിപ്പിക്കാനൊന്നും പോകുന്നില്ല, എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം നനച്ച് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 ബാത്ത് ടവൽസും നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാപ്പി ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 എണ്ണം. അപ്പോൾ ഈ ഒരു 5 നാപ്പി ക്ലോത്ത്സ് എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിനകത്തേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള റോംപേഴ്സാണ്. 3 റോംപേഴ്സാണ് വരുന്നത്. സമ്മർ ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 റോംപേഴ്സും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ക്ലോത്ത് ഡയപ്പറാണ് എടുത്തിട്ടുള്ളത്. 2 ക്ലോത്ത് ഡയപ്പറും അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള എക്സ്ട്രാ പാഡും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രൈ ഷീറ്റ് ഒരെണ്ണം മാത്രമേ എടുത്ത് വയ്ക്കുന്നുള്ളൂ, കാരണം നമ്മൾ നാപ്കിൻ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഷീറ്റ് ഒരെണ്ണം തന്നെ ധാരാളമായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ആളെ വിട്ടെടുപ്പിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രൈ ഷീറ്റ് മാത്രമാണ് ഞാൻ തൽക്കാലത്തേക്ക് എടുത്ത് വയ്ക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അന്ന് വൈപ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരെണ്ണത്തിനുള്ള 72 വൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണമാണ് ഞാൻ എടുത്തു വയ്ക്കുന്നത്. പിന്നെ ക്യാപ്പ്, മിറ്റൻസ്, ബൂട്ടീസ് സെറ്റ് ഉണ്ട്. അത് 2 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 എണ്ണം നമ്മൾ കയ്യിൽ വയ്ക്കുന്നുണ്ട്. വേറെ ക്രീംസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഡയപ്പർ ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാഷസ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഫീഡിങ്ങിന് ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഹോസ്പിറ്റലിൽ എപ്പോഴും വരുമല്ലോ. അപ്പോൾ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിങ് ആണത്. അപ്പോൾ അതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. അന്ന് വീഡിയോയിൽ കാണിക്കാതിരുന്ന ഒരു നെയിൽ ട്രിമ്മറാണ്. ഇത് ബേബിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഞാൻ ഹോസ്പിറ്റൽ ബാഗിലോട്ട് പാക്ക് ചെയ്യുന്നില്ല കേട്ടോ. അത് വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ബേബിക്ക് ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 15 ഡയപ്പർ ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റി കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ എടുത്തു വയ്ക്കുന്നത് 2 ഫേസ് ടവൽസാണ്. നമുക്ക് പാൽ കുടിക്കുമ്പോഴൊക്കെ മുഖം തുടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളന്ന് വാങ്ങിയതിൽ 3 നാപ്പി ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 നാപ്പീസ് നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. നാപ്പി ക്ലോത്ത് അല്ല കേട്ടോ, നാപ്പീസാണ്. അപ്പോൾ ഈ ഒരു 3 നാപ്പീസ് കൂടി ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജബ്ലാസ്, ഈ ഒരു ജബ്ലാസും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഹുഡ് ടവൽ ഞാൻ ഏറ്റവും താഴെ വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണെടുത്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ള തുണികൾ എടുത്തു വയ്ക്കണം കുഞ്ഞിന്. അതൊരുപാട് എടുത്തു വയ്ക്കുന്നില്ല. നമ്മൾ നാപ്കിനാണല്ലോ യൂസ് ചെയ്യുന്നത്. അത് വക്കടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ അത് കിട്ടിയിട്ട് അതിൽ കുറച്ച് വെള്ള തുണികൾ കൂടി ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വേണ്ട ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് കുഞ്ഞിന് വേണ്ടി ആവശ്യം വരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഐറ്റംസാണ് ഏറ്റവും നമുക്ക് എസെൻഷ്യലായിട്ട് വേണ്ടത്. ഇതിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് പാക്ക് ചെയ്യാം. ഞാൻ കുറച്ച് മിനിമലാക്കിയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അമ്മയ്ക്ക് വേണ്ടിയുള്ള ഐറ്റംസ് നോക്കാം. അതായത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ നമ്മുടെ ഫീഡിങ് ബ്രാ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റീസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ ബ്രായും 2 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓവർ ലീക്കേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഈ ഒരു ബാഗിൻ്റെ അകത്ത് പാക്ക് ചെയ്യുന്നത് ഞാൻ പീരിയഡ് പാൻറ്റീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. പീരിയഡ് പാൻറ്റീസ് ഒരു എക്സൽ സൈസൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്. അതിൻ്റെ അകത്ത് 10 പാഡാണ് വരുന്നത്. പിന്നെ ന്യൂ മോമിൻ്റെ പാഡും പാഡ് ഫിക്സേറ്ററും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു വയ്ക്കുന്നുണ്ട്. ഈ പാഡ് ഫിക്സേറ്റർ നമ്മുടെ പാൻറ്റീസിൻ്റെ സൈസിന് അനുസരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു ബാഗിൻ്റെ അകത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്തായാലും നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഈ ഒരു ബാഗിൻ്റെ അകത്താണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തു വയ്ക്കുന്നത് സിപ്ലെസ് മെറ്റേണിറ്റി വെയർ ആണ്. ഞാൻ കുറച്ചത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 3 സിപ്ലെസ് മെറ്റേണിറ്റി വെയർ എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും.
പിന്നെ അടുത്തത് എടുത്ത് വയ്ക്കുന്നത് നമ്മൾ ഫീഡിങ് കുർത്തിയാണ് ഒരെണ്ണം, സിബ് വരുന്ന ടൈപ്പ് ഒരു ഫീഡിങ് കുർത്തി ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ആവശ്യം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്കേർട്ടാണ്. അപ്പോൾ ഒരു 2 അണ്ടർസ്കേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇൻ കേസ് യൂസ് വരികയാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള 2 നൈറ്റീസ് എടുക്കുന്നുണ്ട്. ഇത് 3/4 ലെങ്ത്ത് വരുന്നതാണ്, നല്ല പ്യോർ കോട്ടൺ ആണ്. സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 ഫുള്ളായിട്ട് ഫ്രണ്ട് ഓപ്പൺ വരുന്ന 2 നൈറ്റീസും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഡ്രസ്സിൽ ഞാൻ എടുത്ത് വയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് തോർത്താണ്. അപ്പോൾ ഞാൻ പുതിയ തോർത്തൊന്നും യൂസ് ചെയ്യുന്നില്ല, അലക്കി ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള തോർത്താണ് വയ്ക്കുന്നത്. എന്നാലാണ് നമ്മുടെ മേലുള്ള വെള്ളമൊക്കെ പോവുള്ളൂ. പുതിയ തോർത്താണെങ്കിൽ നമുക്ക് മേത്തുനിന്ന് വെള്ളം പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് അടുത്ത എസെൻഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് സോപ്പ്. അതുപോലെ തന്നെ ഞാനൊരു ബോഡി വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. മിക്കതും ഞാൻ അതാണ് യൂസ് ചെയ്യാൻ സാധ്യത, ഹോസ്പിറ്റലിലാകുമ്പോൾ അതാണല്ലോ യൂസ് ചെയ്യാൻ എളുപ്പം. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിമാലയയുടെ ഫേസ് വാഷാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ആവശ്യം വരിക ഒരു ഹാൻഡ് വാഷാണ്. ഡെറ്റോളിൻ്റെ ഒരു ഹാൻഡ് വാഷ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം വച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്കിൻ ഡ്രൈനെസ്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ചെറിയ വെളിച്ചെണ്ണേൻ്റെ കുപ്പി വെച്ചിട്ടുണ്ട്. ഇതൊന്നും യൂസ്ഫുൾ ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ. പിന്നെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു വിമ്മിൻ്റെ ചെറിയ ലിക്വിഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തത് ഒരു കുഞ്ഞ് ചീർപ്പ്, നമുക്ക് മുടി കെട്ടാനോ ഈരാനൊക്കെ ആയിട്ട് ഒരു ചെറിയ ചീർപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് വെക്കണം കേട്ടോ, അത് ലാസ്റ്റ് എടുത്ത് വെക്കുന്നുള്ളൂ, അതിപ്പോൾ വയ്ക്കുന്നില്ല. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സും സാധനങ്ങളും ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു ബാഗിൻ്റെ അകത്താണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗിൽ ഞാൻ എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് എൻ്റെ ബാഗിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സും കാര്യങ്ങളും മാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം. പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, ഫ്ലാസ്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, അതൊക്കെ നമുക്ക് ആ ഒരു പോകുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഇനിയും ചെക്കപ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതൊരു ഹാൻഡ് ബാഗിൻ്റെ അകത്താണ് നമ്മൾ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിനും എനിക്കും വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ക്ലോത്തും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫീഡിങ് പില്ലോ ആണ് കേട്ടോ. ഇതെന്തായാലും എനിക്ക് ആവശ്യം വരും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബേബി ഹഗിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇത് സിബ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല, കാരണം ഞാൻ തല തിരിച്ച് വെച്ചിട്ടാണ് ഇത് സിബ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ടാണ് എനിക്കിത് സിബ് ചെയ്ത് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ സിബ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അന്ന് ഞാൻ എടുത്തപ്പോൾ ഈ ബ്രൗൺ കളർ പാർട്ടാണ് പുറത്താക്കിയിട്ട് സിബ് ചെയ്യാൻ നോക്കിയത്. ശരിക്കും അങ്ങനെയല്ല, വൈറ്റ് കളർ പാർട്ട് പുറത്തും ഈ ബ്രൗൺ കളറ് ഉള്ളിലായിട്ടാണ് വന്നിട്ട് സിബ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ആവുള്ളൂ കേട്ടോ. ഇത് സിബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇത് ബേബി ഹഗിൻ്റെ അങ്ങനെ പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. അത്യാവശ്യം വലുപ്പമുണ്ട്, നമുക്ക് ബേബീനെ ക്യാരി ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഇതുണ്ടെങ്കിൽ. പിന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്. ഞാൻ പിങ്കും ബ്ലൂ ഒന്നും നോക്കി വാങ്ങിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ബെഡിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ബേബീനെ എടുക്കാൻ, ന്യൂ ബോണിനെ എടുക്കാൻ പേടിയുള്ളവർക്കൊക്കെ കുഞ്ഞിനെ ഇതിൽ കിടത്തിയിട്ട് എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കുഞ്ഞിനെ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നെറ്റ്, ഹോസ്പിറ്റലിൽ കൊതുകൊക്കെ ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നെറ്റ് ബെഡ് ഉള്ളവർക്ക് അതെടുക്കാം. ഞാൻ ഈ നെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു നെറ്റാണ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇനി എടുത്തു വയ്ക്കണം. ഇപ്പോൾ എനിക്ക് 34 വീക്സാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. 35th വീക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി എപ്പോഴാണ് അത്യാവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ഇത്ര ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 2 ബെഡ്ഷീറ്റ്സും അതുപോലെ തന്നെ 2-3 വെള്ളമുണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെക്കണം കേട്ടോ. ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ വെള്ളമുണ്ട് ആവശ്യം ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ പോകാൻ നേരത്തേക്കാണ് എടുത്തു വെക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് കാണാം.